നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്തെ CPM സംസ്ഥാന കമ്മിറ്റി ഓഫീസായ AKG സെന്റർ സ്ഥിതി ചെയ്യുന്ന ഭൂമി കേരള സർവകലാശാലയുടെ ഉടമസ്ഥതയിലുള്ളതാണെന്നും അത് പാർട്ടി അനധികൃതമായി കയ്യേറിയതാണെന്നുമുള്ള ഗുരുതരമായ വിവാദങ്ങളാണ് നിലനിൽക്കുന്നത്. 2026 ജൂലൈയിൽ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് തങ്ങളുടെ മുഴുവൻ ഭൂമിയും അളന്ന് തിട്ടപ്പെടുത്താനെടുത്ത സുപ്രധാന തീരുമാനത്തോടെയാണ് ഈ വിവാദം വീണ്ടും സജീവമായത്. AKG സെന്റർ ഭൂമി കയ്യേറ്റ വിവാദങ്ങൾക്കിടയിലാണ് നിർണായക നീക്കവുമായി കേരള സർവകലാശാല സിൻഡിക്കേറ്റ് രംഗത്ത് വരുന്നത്. സർവകലാശാലയുടെ ഉടമസ്ഥതയിലുള്ള മുഴുവൻ ഭൂമിയും അടിയന്തരമായി അളന്ന് തിട്ടപ്പെടുത്താൻ സിൻഡിക്കേറ്റ് യോഗം തീരുമാനിച്ചു. സർവകലാശാല ഭൂമിയിൽ പലയിടത്തും അനധികൃത കയ്യേറ്റങ്ങൾ നടന്നിട്ടുള്ളതായി ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിലാണ് ഈ കർശന നടപടി എന്നാണ് അധികൃതരുടെ വിശദീകരണം. ഈ നിയമ പോരാട്ടം നടത്തുന്ന സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി നേതാവ് കൂടിയായ സിൻഡിക്കേറ്റ് അംഗം RS ശശികുമാറാണ് യോഗത്തിൽ ഈ നിർദ്ദേശം വെച്ചത്. CPM അംഗങ്ങൾ ഉൾപ്പെടെ ആരും എതിർത്തില്ല. ഭരണമാറ്റത്തെ തുടർന്ന് സിൻഡിക്കേറ്റ് പുനഃസംഘടിപ്പിച്ചതോടെ UDFനാണ് മുൻതൂക്കം. AKG പഠന ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന 15 സെന്റ് ഭൂമി കേരള സർവകലാശാലയുടേതാണെന്നും ഇത് CPM അനധികൃതമായി കയ്യേറിയതാണെന്നും കാണിച്ച് സർവകലാശാല മുൻ ജോയിന്റ് രജിസ്ട്രാർ RS ശശികുമാർ നേരത്തെ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. AKG സെന്ററിനോട് ചേർന്നുള്ള പുറമ്പോക്ക് ഭൂമിയും സർവകലാശാലയുടെ സ്ഥലവും ഉൾപ്പെടെ ആകെ 55 സെന്റോളം ഭൂമി ഇത്തരത്തിൽ കയ്യേറിയിട്ടുണ്ടെന്നും ഇത് അടിയന്തരമായി ഒഴിപ്പിക്കണമെന്നുമാണ് ഹൈക്കോടതിയിലുള്ള ഹർജിയിലെ പ്രധാന ആവശ്യം. ഭൂമി കയ്യേറ്റ പരാതിയിൽ തൽസ്ഥിതി അറിയിക്കാൻ നിർദ്ദേശിച്ച് ചാൻസലർ കൂടിയായ ഗവർണർ നൽകിയ കത്ത് ഇന്നലെ സിൻഡിക്കേറ്റ് യോഗത്തിൽ വന്നപ്പോൾ കോടതിയിലിരിക്കുന്ന വിഷയത്തിൽ ചർച്ച വേണ്ടതാണ് CPM അംഗങ്ങൾ പറഞ്ഞത്. അത് അംഗീകരിച്ചെങ്കിലും സർവകലാശാലയുടെ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തണമെന്ന നിർദ്ദേശം പിന്നാലെ ഉയർന്നു. അധ്യക്ഷത വഹിച്ച വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മലും അതിനെ പിന്തുണച്ചു. പാളയത്തെ ആസ്ഥാനത്തിന് പുറമെ സർവകലാശാലയുടെ ഉടമസ്ഥതയിലുള്ള യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം, PMGയിലെ യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റ് സെന്റർ, കാര്യവട്ടം ക്യാമ്പസ്, ആക്കുളത്തെ ഭൂമി എന്നിവയും അളന്ന് കയ്യേറ്റമുണ്ടായോ എന്ന് കണ്ടെത്താനാണ് നീക്കം. അതിലാണ് AKG സെന്ററും ഉൾപ്പെടുന്നത്. ഇതിനുള്ള നടപടികൾ വൈകാതെ ആരംഭിക്കും. 1977 കോൺഗ്രസ് നേതൃത്വം നൽകുന്ന സർക്കാരിന്റെ കാലത്താണ് AKGക്ക് സ്മാരകമായി പഠന ഗവേഷണ കേന്ദ്രം നിർമ്മിക്കാൻ സർവകലാശാല ആസ്ഥാനത്തെ ഭൂമിയിൽ നിന്ന് 2 തവണയായി 34 സെന്റ് അനുവദിച്ചത്. ഇത് പിന്നീട് CPMന്റെ സംസ്ഥാന ആസ്ഥാനമായി. അനുവദിച്ചതിലും ഏറെ ഭൂമി കയ്യേറിയെന്നാണ് പാർട്ടിക്കാർക്കെതിരായ പരാതി. ഭൂമി അനുവദിച്ചതുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം സർവകലാശാലയിൽ നിന്നും സർക്കാർ വകുപ്പിൽ നിന്നും കാണാതായിരുന്നു. AKG പഠന ഗവേഷണ കേന്ദ്രവും CPMഉം നിലവിൽ കൈവശം വെച്ചിരിക്കുന്ന പുറമ്പോക്ക് ഭൂമി പണ്ട് തിരുവിതാംകൂർ മഹാരാജാവ് സർവകലാശാലയ്ക്ക് പ്രത്യേകമായി പതിച്ചു നൽകിയതാണെന്ന് ഹർജിയിൽ വ്യക്തമാക്കുന്നുണ്ട്. ഈ ഭൂമിയിൽ നിന്നാണ് CPMന് യാതൊരുവിധ നിയമപരമായ അവകാശവുമില്ലാത്തത്. സർവകലാശാലയാണ് ഈ ഭൂമി പാർട്ടിക്ക് വിട്ടുകൊടുത്തതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഉത്തരവുകൾ ഹാജരാക്കാനാണ് കോടതി നിർദ്ദേശിക്കണമെന്നും ആ ഉത്തരവ് റദ്ദാക്കി അനധികൃത കയ്യേറ്റം പൂർണ്ണമായും ഒഴിപ്പിക്കാൻ നടപടി ഉണ്ടാകണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നത്. ഈ നിയമ പോരാട്ടം ശക്തമാകുന്നതിനിടെയാണ് സർവകലാശാല ഭൂമി മുഴുവൻ അളക്കാൻ സിൻഡിക്കേറ്റ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അടുത്ത കാലത്ത് AKG സെന്റർ ഇതിന് സമീപം നിർമ്മിച്ച പുതിയ വമ്പൻ കെട്ടിടത്തിലേക്ക് മാറ്റിയിരുന്നു. VD സതീശൻ സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം പുതിയ അംഗങ്ങളെ നിയമിച്ചതോടെയാണ് സിൻഡിക്കേറ്റിൽ UDFന് ഭൂരിപക്ഷമായത്. ഭൂമി അനുവദിച്ചതുമായി ബന്ധപ്പെട്ട ഫയൽ ആർക്കൈവ്സിൽ ഇല്ലെന്ന് വിവരാവകാശ രേഖയും പുറത്തു വന്നിരുന്നു. 1977 AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ AKG പഠന ഗവേഷണ കേന്ദ്രം ആരംഭിക്കുന്നതിന് AKG സ്മാരക സമിതിക്ക് കേരള സർവകലാശാലയോട് ചേർന്നുള്ള ഭൂമി കൈമാറിയത് സംബന്ധിച്ച ഫയൽ ആർക്കൈവ്സിന് കൈമാറിയെന്നായിരുന്നു റവന്യൂ വകുപ്പ് വിവരാവകാശ നിയമപ്രകാരം നേരത്തെ അറിയിച്ചിരുന്നത്. ഈ ആർക്കൈവ്സ് എന്ന് പറഞ്ഞാൽ ചരിത്രപരമോ സാംസ്കാരികമോ ഔദ്യോഗികമോ ആയ പ്രാധാന്യമുള്ള പഴയ രേഖകളും വിവരങ്ങളും ദീർഘകാലത്തേക്ക് സുരക്ഷിതമായി സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലത്തെയോ ഡിജിറ്റൽ സംവിധാനത്തെയോ ആർക്കൈവ്സ് എന്ന് വിളിക്കുന്നത്.
ഔദ്യോഗിക വിവരങ്ങൾ ഭാവി തലമുറയ്ക്കായി പരിശോധിക്കാനും പഠിക്കാനുമാണ് ഇവ ഉപയോഗപ്പെടുത്തുന്നത്. കേരളത്തിന്റെ ചരിത്ര രേഖകളും പുരാവസ്തു രേഖകളും സംരക്ഷിക്കുന്ന വകുപ്പ്. കൂടുതൽ വിവരങ്ങൾ കേരള സംസ്ഥാന ആർക്കൈവ്സ് വകുപ്പ് സന്ദർശിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. കേന്ദ്ര സർക്കാരിനുമുണ്ട് ഇത്തരത്തിൽ പഴയ രേഖകൾ സൂക്ഷിക്കുന്ന സ്ഥാപനം. നാഷണൽ ആർക്കൈവ്സ് ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. ഏതായാലും ഈ ആർക്കൈവ്സിൽ ഇപ്പോൾ ഈ ഫയൽ ഇല്ലെന്നാണ് വിവരാവകാശ രേഖ. എങ്കിൽ അത് എവിടെ പോയി? അതൊരു ചോദ്യമാണ്. ആരാണ് ആ ഫയൽ പൂഴ്ത്തിയത്? ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്താണ് ഈ ഫയലുകൾ അപ്രതീക്ഷിതമായതെന്നും ആക്ഷേപമുണ്ട്. AKGയുടെ മരണത്തെ തുടർന്ന് EMS ചെയർമാനും EK നായനാർ സെക്രട്ടറിയുമായി AKG സ്മാരക സമിതി ഉണ്ടാക്കി. CPM നേതാക്കളായിരുന്ന MV രാഘവൻ, TK രാമകൃഷ്ണൻ എന്നിവർ മുഖ്യമന്ത്രി ആന്റണിയെ കണ്ട് AKGയുടെ പേരിൽ ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുന്നതിന് ഭൂമി ആവശ്യപ്പെട്ടു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സർവകലാശാലയ്ക്ക് നൽകിയ ഭൂമിയിൽ നിന്നുള്ളത് അനുവദിച്ചത്. എന്നാൽ ഇത് എത്ര സെന്റാണെന്ന തർക്കം നിലനിൽക്കുന്നു. ഭൂമി അനുവദിച്ച ഉത്തരവ് ലഭ്യമായാലേ വ്യക്തത വരൂ. പിന്നീട് കേരള സർവകലാശാലയിൽ നിന്ന് 15 സെന്റർ കൂടി ഗിഫ്റ്റായി പുതുതായി രൂപവൽക്കരിച്ച AKG ട്രസ്റ്റിന്റെ പേരിൽ നൽകിയെന്നാണ് രേഖ. സർക്കാർ വക ഭൂമി സർവകലാശാലയ്ക്ക് മറ്റേതെങ്കിലും സ്ഥാപനത്തിന് ഇത്തരത്തിൽ നൽകാനാകില്ലെന്നാണ് വാദം. ഈ ഭൂമി ഇതുവരെ പതിച്ചു നൽകിയിട്ടില്ല. 2018 റീസർവേ പ്രകാരം AKG സെന്ററിന് 55 സെന്റ് കൈവശമുണ്ടെന്നും ഭൂമി പുറമ്പോക്കാണെന്നും അതുകൊണ്ട് തണ്ടപ്പേര് പതിക്കുകയോ കരമൊടുക്കുകയോ ചെയ്യുന്നില്ലെന്നും വിവരാവകാശ രേഖകൾ പറയുന്നു. ഏതാവശ്യത്തിനാണോ ഭൂമി അനുവദിച്ചത് അതിനല്ലാതെ ഉപയോഗിച്ചാൽ അത് അസാധുവാകുമെന്നാണ് വ്യവസ്ഥ. ഇക്കാര്യം ഉന്നയിച്ചാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഹൈക്കോടതിയിൽ കേസ് നൽകിയത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അഥവാ CPIMന്റെ കേരള സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ആസ്ഥാനമാണ് AKG സെന്റർ. തിരുവനന്തപുരം നഗരത്തിലെ പാളയത്തിന് സമീപമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പ്രമുഖ നേതാവായിരുന്ന AK ഗോപാലന്റെ സ്മരണാർത്ഥമാണ് ഈ കേന്ദ്രത്തിന് AKG സെന്റർ എന്ന പേര് നൽകിയിരിക്കുന്നത്. 2025 ഏപ്രിലിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ AKG സെന്ററിന്റെ പുതിയ 9 നിലകളിലുള്ള ആധുനിക മന്ദിരം ഉദ്ഘാടനം ചെയ്തു. പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഓഫീസുകൾ, പൊളിറ്റ് ബ്യൂറോ, സെൻട്രൽ കമ്മിറ്റി അംഗങ്ങൾക്കുള്ള മുറികൾ, പ്രസ് കോൺഫറൻസ് ഹാൾ, സ്റ്റുഡിയോ, ഭൂഗർഭ പാർക്കിംഗ് സൗകര്യം എന്നിവ ഈ പുതിയ കെട്ടിടത്തിലുണ്ട്. പുതിയ മന്ദിരം വന്നതോടെ പഴയ AKG സെന്റർ മന്ദിരം പൂർണ്ണമായും സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിൽ പഠനവും ഗവേഷണവും നടത്തുന്നതിനുള്ള ഒരു AKG പഠന ഗവേഷണ കേന്ദ്രമായി മാറ്റി. ഏതായാലും ഈ AKG സെന്ററുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള അനധികൃത ഭൂമി കൈയേറ്റം നടന്നിരിക്കുന്നു എന്നുള്ള വിവാദങ്ങൾ നിലനിൽക്കുന്നത്.